ഹലോ. അപ്പോൾ ഇന്നും കിച്ചണിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ഡേ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ, കിച്ചണത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ വെണ്ണൂറ് കോരിക്കൊണ്ടാണ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, തീ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള വെണ്ണൂറൊക്കെ ഞാൻ കോരിയെടുക്കുകയാണ്. ഇനി ഈ വെണ്ണൂറ് ഞാനില്ലേ നമ്മുടെ മുറ്റത്ത് കുഴിച്ചിട്ടിട്ടുള്ള എന്താ ഇപ്പോൾ കറിവേപ്പ് ഉണ്ടല്ലോ അതിന്, അതുപോലെ ആ ചായ് മനസ ചീര, ഷുഗർ ചീര ഉണ്ടല്ലോ അതിന്, മുരിങ്ങയില അതിനൊക്കെ കൊണ്ടുപോയി ഇടും കേട്ടോ. മുളകും തൈ അങ്ങനെയുള്ളതിനൊക്കെ കൊണ്ടുപോയി ഇടും. വെറുതെ കളയുന്നതിന് നല്ലതല്ലേ, അതിന് വളവും നമുക്ക് അടുപ്പിൽ നിന്ന് പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്, തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതാ ഓലക്കൊടിയൊക്കെ എടുത്തുകൊണ്ട് തീ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തീ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം ഉണങ്ങിയ വിറകും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട്. മറ്റേത് ഒരു എന്താ പറയുക, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ പുകടുപ്പിൻ്റെ ആ ഒരു കുഴലൊക്കെ ഉണ്ടല്ലോ, അതും ഒരു തണുത്തിരിക്കുന്നത് കാരണം കത്തിക്കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുമായിരിക്കും ചിലപ്പോൾ തോന്നും കേട്ടോ. വിറകും പുതിൽ ഉണങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അടുപ്പാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല, ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ തലേദിവസം ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോന്നപ്പോൾ ഉമ്മ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നത് ഉപ്പ വാങ്ങിക്കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നു വിട്ടിട്ടില്ലെങ്കിൽ ഉമ്മാക്കും സമാധാനം ഉണ്ടാകൂല. ഇപ്പോൾ അതാ ഞാൻ കുറച്ച് മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ മുരിങ്ങ തൈയിൽ മുരിങ്ങയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുരിങ്ങ അങ്ങനെ കുത്തിയാൽ ഉണ്ടാവും എന്നുള്ളത്. കാരണം നമ്മുടെ തൊടുകിൽ എന്ത് കുത്തിയാലും ഉണ്ടാവുമായിരുന്നു, പക്ഷേ മുരിങ്ങ മാത്രം ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ മുരിങ്ങ ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഉമ്മ പറയണ കേൾക്കാം, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് മുരിങ്ങ അങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവാറില്ല എന്ന് പറയലുണ്ടായിരുന്നു. പക്ഷേ ഈ മുരിങ്ങ തൈ എന്തായാലും അൽഹംദുലില്ലാ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അതുമെന്ന് മുരിങ്ങ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു മുരിങ്ങാക്കൊമ്പും എന്താ അരിമുളകും തൈയും ഒരു കറുകത്തും തൈയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കൂട്ടാനും കറിക്കും വലിയ മുട്ട് വരില്ല. കാരണം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ മുരിങ്ങ താളിച്ചും കണ്ട് കറിയും വെക്കാം, കറുകത്തോണ്ട് ഉപ്പേരിയും വെക്കാം എന്നുള്ളതിൽക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ മുരിങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതാ വെള്ളമൊക്കെ ഏകദേശം ചൂടായി വന്നപ്പോൾ അരി എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ 2 നേരത്തിനുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് അങ്ങനെ വെക്കുമ്പോൾ പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ ഞാൻ ചോറ് ഊറ്റിയിട്ട് ആ ഒരു ചെമ്പ് അടുപ്പിൽ തന്നെ വെക്കും. അപ്പോൾ ആ ഒരു ചൂടിൽ അങ്ങനെ വൈകുന്നേരം വരെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടിൽ നിൽക്കും കേട്ടോ. ഗ്യാസിൽ വെക്കുമ്പോൾ അതേപോലെ തന്നെ റേഷൻ അരി ആണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് 2 നേരത്തിനൊക്കെ വെക്കുമ്പോൾ ചില ടൈമിൽ റേഷൻ അരിയൊക്കെ ചില ടൈമിൽ ഇതേപോലെ എന്താ പറയുക, വേവ് എന്ന് പറയുന്നത് ഒരു വലയൂല് ചെറിയൊരു കേട് വന്ന പോലെ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം പോലെയൊക്കെ ഉള്ള പോലെ തോന്നും കേട്ടോ. ഇത് റേഷൻ അരി അല്ല. പിന്നെ അതാ പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കവറിൽ, അതൊക്കെ ഒന്ന് കുപ്പിയിലോട്ട് ആക്കിയിട്ട് അതൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആയിട്ടോ പരിപ്പും മുരിങ്ങയും കറി വെച്ചിട്ട്, അപ്പോൾ ഇന്നൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ, പരിപ്പും മുരിങ്ങയും കറി വെച്ചതും ഉണക്കമീൻ പൊരിച്ചതും. വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് വേണമെന്നൊന്നുമില്ല, എന്നാലും പപ്പടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാന്ന് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാനക്കുട്ടി എണീച്ച് കഴിഞ്ഞാൽ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങുന്ന ടൈമിൽ ആൾ റോട്ടിലേക്ക് ഇറങ്ങി മണ്ടു കേട്ടോ. പിന്നെ റോട്ടിൽ നിന്ന് കയറിയേ ചെയ്യൂല. നമ്മൾക്ക് മുറ്റടിക്കാൻ ഉള്ള ആ ഒരു മൂടാണ് കളയുമെന്ന് പറയില്ലേ, ആളെ പിടിച്ചു കൊടുത്തിട്ട് ഞാൻ ചടക്കും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആൾ നീക്കുന്നതിന് മുമ്പെന്നാൽ മുറ്റടി ചെയ്ത് വെക്കട്ടെ വിചാരിച്ചിട്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊരു പകുതിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഉണക്കമീൻ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയെന്ന് കേട്ടോ. മസാല തേച്ച് എടുക്കുകയെന്ന്. ഇനി അത് പൊരിക്കണം. ഈ ഉണക്കമീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കൂർക്കട കൂട്ടം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ വലിയ വലിയ കൂട്ടാൻ അങ്ങനത്തേനേക്കായും കുഞ്ഞു കുഞ്ഞു കൂട്ടാനുകളുണ്ടല്ലോ അതോടോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണക്കമീൻ, അതുപോലെ മുട്ട പൊരിച്ചത്, ഉള്ളിക്കൂട്ടാൻ, തക്കാളി കൂട്ടാൻ, അച്ചാർ, എന്താ പറയുക ചമ്മന്തി, പിന്നെ കിഴങ്ങ് പൊരിച്ചത്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൂട്ടാനുകളുണ്ടല്ലോ അങ്ങനത്തേനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അധികം ചോറ് തന്നെ കഴിക്കും എന്ന് പറയില്ലേ. ഇനിയിപ്പോൾ അതാ പരിപ്പ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഒക്കെ കൂടെ നമ്മൾക്ക് അടുപ്പത്ത് ചിലപ്പോൾ ആവില്ല എന്ന് തോന്നി. കാരണം ഇവാൾക്ക് 9 മണിയാകുമ്പോഴേക്കും വണ്ടി വരും. അപ്പോൾ ഒരു 8:30 8:45 ആകുമ്പോഴേക്കും ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതാ ഇപ്പുറത്തെ ചട്ടിയിൽ മീനും വറുത്തേക്കാന്ന് കേട്ടോ. എന്നാൽ പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രം റെഡിയാക്കിയാൽ പോരെയെന്ന് വിചാരിക്കുന്നുണ്ടാവും. മാക്സിമം നമ്മളുടെ പണികൾ കഴിയാനുള്ളത് നമ്മൾ കഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടണില്ല എന്ന് പറയുന്നത് നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് രാവിലെ മക്കൾ പോകുന്നതിന് മുമ്പ് തന്നെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം അതും തീർക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ള പണിയെന്ന് പറയുന്നത് അടിച്ചു വാരുക, തുടക്കുക, പിന്നെ അതുപോലെ തിരുമ്പുക. ഇത്രയും പണിയേ നമുക്ക് പിന്നെ മക്കൾ പോയാൽ ഉണ്ടാവുള്ളൂ. അത് വാഷിംഗ് മെഷീൻ ഉള്ളവർക്ക് അതിലിടുക, അല്ല കല്ലിൽ തിരുമ്പുന്നവർക്ക് അങ്ങനെ തിരുമ്പാം. അത് കഴിഞ്ഞ് കുളിച്ച് കയറിയാൽ എന്തായാലും ഒരു ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ട് കുളിച്ച് കയറാൻ പറ്റും കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും പണി ഒരുങ്ങുന്നില്ല, പണികൾ വൈകുന്നേരം വരെയും പണികളാണ്, എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ തന്നെയാണ് എന്നുള്ളത് പറയുന്നവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൊണ്ട് കേട്ടോ. നമ്മൾ ചെയ്യാനുള്ളതുകൾ അപ്പപ്പോൾ ചെയ്യുക. നമ്മൾ പറയുമല്ലോ കുട്ടികൾ പോയിട്ട് വക്കരി ചാറും കൂട്ടാനൊക്കെ ഓൽക്ക് എന്തെങ്കിലും കൊടുത്തു വിടുക. അങ്ങനെയല്ല, ഓല് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴിക്കണ എന്താണെങ്കിലും കറിയാണെങ്കിലും ഉപ്പേരി ആണെങ്കിലും അത് അവർക്കും കൂടെ കൊടുത്തു വിടുമ്പോൾ ഒരു സന്തോഷമല്ലേ. നേരെ മറിച്ച് ഓൽക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുത്തു വിട്ട് പിന്നെ നമ്മുടെ ഉച്ചയാകുമ്പോഴേക്കിന് എന്തെങ്കിലും കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിക്കുമ്പോൾ ഒരു സമാധാനക്കേടേക്കാരം. ഇനിയിപ്പോൾ ഓൽക്കിപ്പോൾ ഒന്നും നേരെ കൊടുത്തയക്കാൻ പറ്റിയില്ല, പണികളൊന്നും ഒരുങ്ങിയില്ല, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സമാധാനം ഉണ്ടാവില്ല. നേരെ മറിച്ച് എല്ലാ പണികളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ മക്കൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട് ഫ്രീ ആയി കിട്ടും. പിന്നെ നമ്മുടെ അലക്കൽ, കുളിക്കൽ, തിരുമ്പൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊക്കം തന്നെ അലക്കലും തിരുമ്പലൊക്കെ അല്ലേ, അടിക്കലും തുടക്കലും ഉദ്ദേശിച്ചത് കേട്ടോ. അതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇതാ ഞാൻ പച്ചക്കായ ഉപ്പേരിയും കൂടെ ഒന്ന് എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ചോറ് വന്നപ്പോൾ അത് ഊറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പണിയെടുക്കുമ്പോൾ ഇപ്പുറത്തൊരു പണിയെടുക്കും, അങ്ങനെയാണ് കേട്ടോ ഞാൻ ഓരോ പണിയും തീർക്കാറുള്ളത്. പിന്നെ ഇനിയിപ്പോൾ എന്താ ആൾക്ക് സ്നാക്സ് കൊടുത്തു വിടണം കേട്ടോ ഇവാൾക്ക്. അപ്പോൾ അതിന് ഓറഞ്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞങ്ങാണ്ട് ഞാൻ 2 ഓറഞ്ച് വെക്കുന്നുണ്ട്. അവർ ഫ്രണ്ട്സൊക്കെ ഇരുന്നിട്ടല്ലേ കഴിക്കുക, അപ്പോൾ ഷെയറാക്കി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ വെക്കും കേട്ടോ. എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് കഴിക്കാറെന്ന് പറയാറുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ സ്നാക്സൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും ഉപ്പേരി വെന്തിക്കണമെന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ലപോലെ വേവട്ടെ വിചാരിച്ച് വീണ്ടും അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിപ്പോൾ ഏകദേശം ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കൂടെ ഉള്ളൂ, അധികം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് ചോറ് മതി നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഉപ്പേരി വേവുമ്പോഴേക്കും അത് തൂമിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി നമുക്ക് തൊലി ഒന്ന് കളഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഉപ്പേരി റെഡി ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അത് വേഗം തൂമിച്ചെടുക്കുകയും ചെയ്യുക. എന്നാൽ പിന്നെ ഇവാൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലായിരുന്നു എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ചമ്മന്തി അരക്കാൻ പറ്റിയ മാങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതും ചെമ്മീൻ വാങ്ങിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ, ഉണക്ക ചെമ്മീൻ പാക്കറ്റ് വാങ്ങിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ചമ്മന്തിയും കൂടെ അരക്കുക എന്ന ഇവാക്ക് നല്ല കുശാലായിട്ട് വാഴക്ക ഉപ്പേരിയും അതുപോലെ തന്നെ മാങ്ങ ചമ്മന്തിയും കൂടെ കൊടുത്തു വിടാൻ വിചാരിച്ചു കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇന്ന പോലെ തന്നെയാണ് ചമ്മന്തിയും അച്ചാറൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ചെമ്മീനൊക്കെ വറുത്തെടുത്ത് അത് ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതാ ചെറിയ ഉള്ളിയും എന്താ പറയുക കറിവേപ്പില ഇട്ടിങ്ങാണ്ട് അതവിടെ തൂമിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ ഉപ്പേരി വാങ്ങിയപ്പോൾ പരിപ്പാണ് കേട്ടോ കുടുക്കിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്, പരിപ്പ് വേവിച്ചതുണ്ടല്ലോ. അപ്പോൾ ആ പരിപ്പ് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഊരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പണി, ചോറൂറ്റല്ലേ കറി അവിടെ ഏകദേശം റെഡിയായി. ഇനി ആ മുരിങ്ങ ഒന്ന് വെന്തിട്ടിയാൽ മതി കേട്ടോ. ഉപ്പേരി തൂമിക്കല്ലായിരുന്നു. അപ്പോൾ ഉള്ളി അവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളും ടൈം മാനേജ്മെൻറ്റ് ചെയ്തെങ്ങാണ്ട് കിച്ചണിൻ്റെയും വീട്ടിലത്തെയും ജോലികളൊക്കെ ഒന്ന് തീർത്ത് വെക്കൊണ്ട് കേട്ടോ. ചിലർക്ക് കുക്കിംഗ് ഒന്നും ചെയ്യുന്നത് തീരെ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും, എന്നാൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. പക്ഷേ പണിയെടുത്ത് കഴിക്കണ്ടേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവില്ലേ. അങ്ങനെ ഓവർ പണി ഇതൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത് എന്തോ വലിയൊരു സംഭവമാണെന്നൊന്നും വിചാരിക്കാണ്ട് എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ എന്നൊക്കെ ഉള്ളൊരു അതൊരു കടമയായിട്ട് കരുതണ്ട. ഇഷ്ടമാണെന്ന് കരുതിയിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് പണിയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ വാഴക്കപ്പേരിയിൽ അത്രയും വെള്ളം എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഈ വാഴക്കപ്പേരി എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ കുറച്ച് വെള്ളത്തോട് തന്നെ തൂമിക്കുകയാണ്
കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈർപ്പ നനവ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, കോരിയാലൊന്നും കിട്ടാതൊരു കട്ട പോലെ ആയിട്ട് കിടക്കും കേട്ടോ, തീരെ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇവാൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുടെ മുടികെട്ടൽ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓളോട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, അടുത്ത കൊല്ലം ഇവാനെ മദ്രസിൽ ചേർക്കണം, അപ്പോൾ ഇനി മദ്രസിലൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ കാട്ടുക എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു മുടികെട്ടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം മദ്രസ് വിട്ടിട്ട് വരിക 8:30 മണിക്കായിരിക്കും. 8:30 മണിക്കാണ് മദ്രസ് വിടുക. ഇവരെ നേരത്തെ പോരേണ്ടവരെ മാത്രം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മദ്രസ് 9 മണിക്കാണ് വിടുക. നേരത്തെ വരേണ്ടവരെ 8:30ക്കാണ് കേട്ടോ വിടുക. അപ്പോൾ 8:30ക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ മദ്രസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം നടക്കാനുള്ള ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ നടന്ന് ഇവിടെ വന്ന് പിന്നെ ഈ മുടിയൊക്കെ കെട്ടി എന്തെങ്കിലും കഴിച്ച് 9 മണിയാകുമ്പോഴേക്കും ഇവാക്ക് വണ്ടി വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോഴേ ഞാൻ ടെൻഷനിലാണ് കേട്ടോ. കാരണം അവൾ അവിടുന്ന് നടന്ന് മെയിൻ റോഡിൻ്റെ അപ്പുറത്താണ് മദ്രസ. അപ്പോൾ മദ്രസയിൽ നിന്ന് വിട്ട് മെയിൻ റോഡൊക്കെ മുറിച്ച് ഇവിടെ വന്ന് പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ടൈം എന്താവും എന്നുള്ളതൊന്നും അറിയൂല എന്ന് പറഞ്ഞ ടെൻഷനിലാണ്. ആ ഒരു ടെൻഷനിലാണ് ഞാൻ ഈ വർഷം ആളെ മദ്രസയിൽ ചേർക്കാറുള്ളത്. ഇനിയും ചേർക്കാതിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ആൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിക്കണ്ട്. അപ്പോൾ ഞാൻ എന്താ വല്ല പ്രതിമയുടെ പോലെ ചോറിൻ്റെ മുമ്പിൽ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. ഞാനും അയ്യാനക്കുട്ടി തെറ്റിക്കുകയാണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് അടവാണ് കേട്ടോ. അയ്യാനക്കുട്ടി എന്തെങ്കിലും കഴിക്കാനൊക്കെ ഞാൻ എന്നോട് മിണ്ടൂല, അനക്ക് ഉമ്മീനെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഓളും അറിയും ഉമ്മിയെ മുണ്ടി എന്ന് പറഞ്ഞങ്ങാണ്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഒരു വായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ അടവും പഴറ്റി നോക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓൾക്ക് വാരി കൊടുക്കണം കണ്ടപ്പോൾ ഈ വായ ഒന്നുകൂടെ അടുത്ത് വന്ന് നിന്നതാണ്. അപ്പോൾ ഒരു പൊട്ട് മീൻ വായിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഫുഡ് അവർക്കൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന ടൈമിൽ അവിടെ വന്ന് ഓരോ വായ വാങ്ങിപ്പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പാത്രത്തിലുള്ള കൂട്ടാനുകൾ എടുത്ത് തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൽക്കൊരു സമാധാനം ഉണ്ടാകില്ല. അങ്ങനെ അയാനക്കുട്ടി ഒരു ഉരുള കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഉരുള ആൾ വാങ്ങി, പക്ഷെ അത് അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ രാവിലെ എന്തോ അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഞാൻ ആൾക്ക് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു, നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവയൊക്കെ പോയി. ഇനിയിപ്പോൾ അതാ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതിനിടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ള ബാക്കിയുള്ള പാത്രങ്ങളാണ് ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസാണോ, ക്ലീനിങ് വീഡിയോസാണോ, എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻ്റ് ആക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കിച്ചൺ മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടിച്ചു വാരണം. പിന്നെ തലേദിവസം 2 ദിവസം ഞാൻ വീട്ടിൽ പോയി നിന്നതുകൊണ്ട് എല്ലായിടും ഒന്ന് തുടച്ചെടുക്കാനുണ്ട് കേട്ടോ. മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാനുണ്ട് വീട് മൊത്തം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇനി. അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര മക്കൾ വരുന്നോളം ആണെങ്കിലും നമുക്ക് ഫോണുമ്പോൾ കളിക്കാമല്ലോ. ആ ഫോണാണല്ലോ നമ്മുടെ മെയിനായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന സാധനം എന്ന് പറയൽ. അതും ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മളുടെ ടൈം മെയിനായിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഒക്കെ കഴിഞ്ഞെങ്ങാണ്ട് ടൈം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കുക, കടന്നുറങ്ങുക, വെറുതെ ഇരിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അതാ കിച്ചണത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്